സുഹൃത്തുക്കളെ, ഇത് എൻ്റെ കൂടെയുള്ള രണ്ട് ചേട്ടന്മാരാണ്. ഒന്ന് ജോർജ് ചേട്ടൻ, ഒന്ന് ശിവരാജൻ ചേട്ടൻ. എൻ്റെ പല വീഡിയോയിലും വന്നിട്ടുള്ളതാണ്. ഞാൻ ഇവരെ വിളിക്കുന്ന സ്നേഹത്തോടെ ടോം ആൻഡ് ജെറി എന്നാണ്. നമ്മുടെ കാർട്ടൂണിൽ ടോം ആൻഡ് ജെറി തമ്മി കണ്ടു കഴിഞ്ഞാൽ പൂച്ച എലിയും തമ്മി അടി. പക്ഷേ ഇവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളില്ലെങ്കിൽ അപ്പം പറയും, ഇല്ല അവന് മറ്റേ ഭക്ഷണം കൊടുത്താടേ. ഞാൻ പറയും, ഇല്ല ഡേ ക്ലാപ്പേ വാങ്ങിച്ചു കൊടുക്കട എന്ന് പറയുന്നതാണ് രണ്ടുപേരും. അപ്പം എനിക്കറിയേണ്ടത്, നിങ്ങൾ തമ്മിൽ ഈ കാണുമ്പോൾ കീരിയും പാമ്പും പോലെ ഇരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ്? അതൊന്ന് പറയൂ. ആർക്ക് പറയാൻ പറ്റും? പറയൂ. അണ്ണം പറയണ. എവിടെയാണ് സൗന്ദര്യ കുറവ്? നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സൗന്ദര്യം ഇല്ലേ? ഇണങ്ങും. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. ഞാൻ എന്റെ ജ്യേഷ്ഠനെ പോലെയാണ് ജോർജ്. ജ്യേഷ്ഠനെ പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങേക്ക് ആഹാരം വാങ്ങിച്ചുകൂടെ. പുള്ളിയുടെ പ്രശ്നം അത് തന്നെയാണ്. പുള്ളി നിങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നത്. കാര്യം ആർക്കാണ് പ്രായ കൂടുതലെന്ന് അറിഞ്ഞൂടാ. 10-20 വർഷം കൊണ്ട് കാണുന്നത്. നല്ല അടുപ്പമാണ്. ചക്കര ഈച്ചയും പോലെയാണ്. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരു കാരണവശാലും പിണങ്ങിയിട്ടില്ല. ചെറിയ ഞങ്ങളെ കാണിക്കാൻ ചെറിയ ഷോയ്ക്കുള്ള പിണക്കങ്ങളേ ഉള്ളൂ. ഈ ഇതിനകത്ത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ചേട്ടൻ ഇത്രയും പറഞ്ഞ് വളരെ കാര്യമായിട്ടാണ്. ഈ ലഹരിയുടെ അമിതമായുള്ള ഉപയോഗത്തെ പറ്റി ജോർജ് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല, ജോർജ് ചേട്ടനാണോ പേര്? എന്താണ് ലഹരി എന്ന് പറഞ്ഞാൽ ചിലർക്ക് ശരീരവേദന കാണും. ലഹരി ശരീരവേദന അല്ല, ലഹരി ഉപയോഗിക്കുന്നത് ശരീരവേദന മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും എന്നുള്ളത് ശിവരാജ് പറ. ലഹരി ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും? പുകവലി എന്ന് പറഞ്ഞാൽ നിക്കോട്ടിന്റെ അളവ് കൊണ്ട് കൈ കാലുകളെല്ലാം സ്തംഭിക്കും. തളർച്ചയൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും. അല്ലെ, ലഹരി എന്ന് പറയുമ്പോൾ പുകവലി, പിന്നെ മദ്യപാനം, അതിന്റെ അപ്പുറത്തുള്ള ലഹരി ഇല്ല. ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ പിള്ളേർ അടിക്കുന്ന സാധനങ്ങൾ ഒട്ടുമേ കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ പറ്റും? അത് കഴിച്ചു കഴിഞ്ഞാൽ സമനില തെറ്റി ജീവിതം കോഞ്ഞാട്ടാണോ? മാനസിക രോഗത്തിൽ ജോർജ് ചേട്ടൻ ഇതിനോട് യോജിക്കുന്നോ? ഇങ്ങനെയുള്ള ഇതാണ്. അതായത് ആളുകൾ എന്തെങ്കിലും ഭോജനം അടിച്ചു കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് തീർക്കും. അപ്പം നിങ്ങളൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല? കഴിച്ചിട്ടില്ല. ഓക്കെ, ശരി. എന്തായാലും കൊള്ളാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഇതാണ്. നിങ്ങളൊരു നല്ല എന്നാ പിന്നെ നിങ്ങൾ തോളത്തൊന്ന് കൈവച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തോളത്ത് കൈവയ്ക്കൊന്ന്. അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ കൃപയാണത് ചേട്ടാ. നമ്മളെല്ലാവരും സഹോദരരാണ്. ഇന്ത്യയുടെ മക്കളാണ് നമ്മളെല്ലാവരും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.